നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച ഒരു നടനെയാണ് ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. നടൻ ശ്രീ സിദ്ദിഖ്. അമ്മച്ചി ഇതാരെ തോൽപ്പിക്കാന്? പണ്ട് വാഗത്താനത്തുനിന്ന് അപ്പച്ചൻ്റെ കൈ പിടിച്ചിറങ്ങിയ കൊച്ചുറോ ഇല്ലിപ്പോ. ഇപ്പം പ്രായം എത്രയായി? മക്കളും മരുമക്കളും പേരക്കുട്ടികളും എല്ലാം ആയി. പ്രായം ഒരുപാട് തടങ്ങിയിരിക്കണം. അല്ലാതെ കണ്ടവന്മാരുടെ ബൈക്കിന്റെ പിന്നാലെ ശരി അങ്ങാടി മുഴുത്തുണ്ട് എല്ലാം വേണ്ടത് പറഞ്ഞിരിക്കാം. പ്രിയമുള്ളവരെ, ഈ സിദ്ദിഖ് എന്ന നടനു ശേഷം ഇനി നമ്മുടെ മുന്നിലെത്തുന്നത് മലയാള സിനിമയിലേക്ക് വർഷങ്ങൾക്ക് ശേഷം ഒരു തിരിച്ചുവരവ് നടത്തിയ ഒരു നടിയാണ്. മനസ്സിനക്കരെ എന്ന ചിത്രത്തിലൂടെ വീണ്ടും മലയാള സിനിമയ്ക്ക് ലഭിച്ച ഷീല എന്ന ആ നടി. മനസ്സിനക്കരെ എന്ന ചിത്രത്തിലെ കൊച്ചു ത്രേസ്യ എന്ന ആ കഥാപാത്രം. എന്റെ മാത്തുക്കുട്ടിച്ചായനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. കാശ് കൊടുക്കാമെന്നേറ്റത് അമ്മച്ചിയല്ലയോ മക്കളെ? എങ്കിലും അമ്മച്ചി തന്നെ കൊടുക്കും. ഇതിന്റെ കുട്ടിയുടെ കുട്ടിയാണ് മാളു. മാളു. ഓക്കെ, ഷീലയ്ക്ക് ശേഷം നിങ്ങളുടെ മുന്നിലെത്തുന്നു മലയാള സിനിമയുടെ തിലകക്കുറിയായ നടനാണ് ശ്രീ തിലകൻ. ഈ തിലകൻ ഒരു മകനുണ്ട്, ഷമ്മി തിലകൻ. മോഹൻലാലിന്റെ ദേവാസുരം എന്ന ചിത്രത്തിൽ മുണ്ടക്കൽ ശേഖരൻ എന്ന കഥാപാത്രത്തിന് ജീവൻ കൊടുത്തത് നെപ്പോളിയൻ ആയിരുന്നെങ്കിൽ ആ നെപ്പോളിയന് ശബ്ദം കൊടുത്തത് ഷമ്മി തിലകനായിരുന്നു. ശ്രീ ഷമ്മി തിലകൻ. മുസ്തഫ ഹാജിയുടെ ജീവൻ എടുക്കാൻ ഞാനും ദേവദേവൻ നമ്പ്യാരും റെഡ്ഡി ബ്രദേഴ്സും ചേർന്ന് നെറികേടിന്റെ ഒരു ലീഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ തടുത്തു നിൽക്കാനുള്ള കൈക്കരുത്തൊന്നും ഉണ്ടാവില്ല സക്കീർ ഭായ്. എന്നെ പോലുള്ള നീചന്മാരോട് പൊരുതി നിൽക്കാനാവില്ല സക്കീർ ഭായ്. എന്താ പറ്റുമോ? കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായ്ക്ക്? കൂടെ നിൽക്കുന്നവന്റെ കുതികാല് വെട്ടാൻ പറ്റുമോ സക്കീർ അലിക്ക്? പറ്റില്ല ഭായ്. ബട്ട് ഐ ക്യാൻ. കൂട്ടിക്കൊടുക്കാം, കുതികാല് വെട്ടാം, എന്തും വരട്ടെ സക്കീർ അലി ഹുസൈൻ. ഓക്കെ, പ്രിയമുള്ളവരെ, വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സിനിമയിൽ അഭിനയിക്കുക, ആ സിനിമയിലെ പേര് തന്നെ സ്വന്തമായിട്ട് ലഭിക്കുക, ഇതൊക്കെ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ച മലയാളത്തിലെ ഒരു നടനാണ് ഇനി നമ്മുടെ മുന്നിലേക്ക്. മണിയൻ പിള്ള അഥവാ മണിയൻ പിള്ള രാജു. ലാസർ പാലയിന്ന് കാപ്പി കുടിക്കണം, പിന്നെ ഭാര്യ ഒന്ന് കാണണം. സാറ് പറഞ്ഞ കറക്റ്റാ. ഹോം ഡിപ്പാർട്ട്മെന്റിൽ ഞാനും സാറും കുറെ മോളോടെ കൊമ്പത്തിരിക്കുന്നവരെ എവിടെയൊന്ന് ജോലി ചെയ്യാൻ തീരുമാനിക്കുന്ന CM-ന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇന്ത്യയുടെ ചുരുക്കം ചില സുഹൃത്തുക്കളെ മാത്രം അവരുടെ പാലക്കാട് വിക്ടോറിയയിൽ ഒരുമിച്ച് പഠിക്കാനുള്ള പേരുണ്ടായി വരാം സാർ. അയ്യോ, ഏഷ്യാനെറ്റിലെ മഞ്ച് സ്റ്റാർ സിംഗർ എന്ന പ്രോഗ്രാം നിങ്ങളേവരും കാണുന്നൊരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ പലപ്പോഴും ജഡ്ജസിനോടൊപ്പം ഉണ്ടാകുന്ന ഒരു മജീഷ്യനുണ്ട്, മജീഷ്യൻ മുതുകാട്. ഇദ്ദേഹത്തിൻ്റെ സംസാര രീതി ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഇതാ നിങ്ങളുടെ മുന്നിൽ മജീഷ്യൻ മുതുകാട്. ഈ മാജിക്കിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് പ്രൊഫസർ വാഴക്കുന്ന് നമ്പൂതിരിയാണ്. കാരണം അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് കാണിച്ചിരുന്ന ഒരു മാജിക്ക് ഒരു കൊച്ചുകുട്ടിയുടെ ലാഘവത്തോടു കൂടി ഞാനന്ന് കണ്ടിരുന്നിട്ടുണ്ട്. ഇപ്പം ഏതായാലും വേദിയിൽ എൻ്റെ മുമ്പിൽ മോനിങ്ങനെ പാടിയ സമയത്ത് ആ ഒരു പഴയ വിസ്മയ ലോകത്തേക്കാണ് ഞാൻ പോയിട്ടുള്ളത്. എന്തായാലും മോൻ്റെ പാട്ടിന് നല്ല ഒരു മാർക്കുണ്ട്, നല്ലൊരു ഭാവിയുണ്ട്. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, പ്രിയമുള്ളവരെ, മലയാള സിനിമയിൽ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും എല്ലാം നിർവഹിച്ച ഒരു കാലത്ത് വില്ലനായും ഇപ്പോൾ തമാശ നടനായി മാറിയ ആ നടനാണ് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് ശ്രീ കൊച്ചിൻ ഹനീഫ. പിള്ളേര് കണി കാണിച്ച നടന്ന് എന്താ കാണിച്ചത്? കൊണ്ടുവന്നിട്ടുണ്ടാ ഈ പിള്ളച്ചന്റെ ഒരു കാര്യം. എപ്പം നോക്കിയാലും കൊമ്പത്താ. നീ എന്താ കൊരങ്ങോ പന്നി? ഓക്കെ, പ്രിയമുള്ളവരെ, മലയാള സിനിമയിൽ നിന്നും വ്യത്യസ്തമായി തമിഴകത്തെ ഒരു നടനെ നമ്മൾ കാണാൻ പോകുന്നു. തമിഴകത്തെ ഒരു സൂപ്പർ വില്ലൻ. ഈ അടുത്ത കാലത്ത് ദേശീയ പുരസ്കാരം വരെ ലഭിച്ച ആ നടൻ. മലയാളത്തിൽ പാണ്ടിപ്പട എന്ന സിനിമയിൽ ദിലീപിനൊപ്പം മനോഹരമായൊരു വേഷം ചെയ്ത ആ നടൻ ശ്രീ പ്രകാശ് രാജ്. I love you da. இந்த ஊர்ல யார் வடத்த மாதிரியே பேசலாம், நான் நீ பேசக்கூடாதா? ஏன்னா நான் உன்னை காதலிக்கிறேன். ஏ ராஜா, இனி உள்ள கேள்வி எல்லாமே நானே கேட்க போறேன். ஏன்னா இந்த இன்ஸ்டிடியூஷனுக்கு நான் தான் டீல். ബാസ് നിന്റെ കൂട്ടുകാരനാണല്ലേ? അവനെ ഞാൻ അടിക്കാൻ പറഞ്ഞ അടിക്കണോ? അപ്പടിയല്ല ഇപ്പടി അടിക്കടാ. ഓക്കെ, മലയാള സിനിമയുടെ ആ പഴയ സുവർണകാലം. ആ കാലത്തെ രണ്ട് നായകന്മാരാണ് പ്രേം നസീറും സത്യനും. രണ്ടുപേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇതിൽ ഒരാളെയാണ് നമ്മൾ കാണാൻ പോകുന്നത്, ശ്രീ സത്യനേശൻ നാടാർ. അമ്മേ, കുട്ടികളില്ലാത്ത വിഷമം കാരണം ഞാൻ മൂകാംബിക പോയി തിരിച്ചു വന്നപ്പോൾ വീട് നിറച്ചും കുട്ടികളാണ്. ഇത് ശാന്ത തെറ്റുകാഴ്ച അന്നോ? സുലോചന തെറ്റുകാഴ്ച അന്നോ?
കേന്ദ്രമന്ത്രി KM വർഗീസിന്റെ പമ്പള അച്ചാമ്മ വർഗീസിന് കുതിര സവാരി പഠിക്കണോ അത്രേ. ഇന്ന് തന്നെ ഒരു കുതിരയും ട്രെയിനറെയും നമ്മൾ ബംഗ്ലാവിലേക്ക് അയച്ചു കൊടുക്കുന്നു ത്രൂ പ്രോപ്പർ ചാനൽ. ഭർത്താവെന്ന് അധികാരം വെച്ചുകൊണ്ട് തേർഡ് പോലീസിന്റെ പുറത്തോട്ട് കുതിര കയറുന്നത് പോരാഞ്ഞിട്ടാ അച്ചാമ്മ പോലീസ് കുതിരയുടെ പുറത്തോട്ട്. യവനാകുമ്പോൾ കൊള്ളാം, പോലീസുകാർക്കുള്ളത്ര ക്ഷമ യവനുണ്ടായിക്കൊള്ളുന്നില്ല. ബോബി, നോ സോഡ, എനിക്ക് ഓൺതറോക്സ് മതി. അപ്പൊ ഞാൻ ഇറങ്ങട്ടായോ? ഒരു കാലത്ത് മിമിക്രി കൂട്ടുകെട്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കൾ പിന്നീട് അവർ മലയാള സിനിമയുടെ ഇരട്ട സംവിധായകന്മാരായി മാറി. ഈ ഇരട്ട സംവിധായകന്മാരിൽ നിന്നും ഒരാളെ നമുക്ക് നല്ലൊരു നടനായി ലഭിച്ചു. ആ നടനാണ് സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിലെ ലാൽ. ഇനി നിങ്ങളുടെ മുന്നിലേക്ക് ശ്രീ ലാൽ. ശരിയാ, നീ പറഞ്ഞോളൂ. ശരിയാ, എനിക്ക് 2 മാസം പ്രായമുള്ളപ്പോ എന്നെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ പേഴ്സ് സ്വന്തം കാര്യം നോക്കിയപ്പോ ഏതോടെ സ്ത്രീയാ എന്റെ അമ്മ. അങ്ങനെയല്ല എനിക്ക് നിന്റെ അമ്മ ചത്തുന്നേട്ടാ. ശരിയാ വരിക ശരി. ബോംബെയിലോ ഒരു തെരുവില് ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് വളർന്നവരാ നമ്മള്. എന്നിട്ട് ഈ കേരളത്തിൽ വന്നിട്ട് ഒരു പെണ്ണിനെ കണ്ടപ്പോ നീ പഴമൊക്കെ മറന്നു. ഇനി ഞാനായിട്ടൊരു കുഴപ്പമുണ്ടാക്കില്ല. ഒരു കാലത്ത് മലയാള സിനിമയിലെ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു ചിത്രം എന്ന മോഹൻലാൽ ചിത്രം. ഈ ചിത്രത്തിലെ ഒരു രംഗമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൽ മോഹൻലാൽ വെള്ളമെടുത്ത് അഭിനയിക്കുന്ന ഒരു രംഗത്തിൽ മോഹൻലാലിനോടൊപ്പം നെടുമുടി വേണുവും മോഹൻലാലിന്റെ അമ്മായിയപ്പനായി വേഷമിട്ട അന്ന് ആ നടൻ മരിച്ചുപോയി. അദ്ദേഹത്തിന് ശബ്ദം കൊടുത്തത് നമ്മുടെ മരിച്ചുപോയ നടൻ നരേന്ദ്രപ്രസാദ് ആയിരുന്നു. നരേന്ദ്രപ്രസാദും നെടുമുടി വേണുവും മോഹൻലാലും ഒന്നിക്കുന്ന ഒരു രംഗം. മുഴയില്ല മുഴുവൻ തോണ്ടി രണ്ടുള്ള പൊട്ട നീ തണ്ടിയില്ല. കാര്യങ്ങളെല്ലാം എത്രത്തോളം സ്ഥിതിക്ക് നല്ല തുറന്നു പറയാൻ പോവാ. ആ താനെന്തോന്നു തുറന്നു പറയാൻ പോവാന്ന്? ഇവിടെ ആരുമല്ല, ആരുമല്ല വിഷ്ണു. അതല്ല, ഇത്രയും പരിശുദ്ധാത്മാവായ മേരോ സാറ് പഞ്ചക്ക് എനിക്ക് പറ്റില്ല. ഞാൻ പറയാൻ പോവാ. എന്താണോ കൈമളെ, ഞാൻ അറിയാത്ത എന്ത് കാര്യമല്ല ഇവിടെ. എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ അറിയണം. അണ്ണാ 2 കണക്ക് 3 പിന്നെ കരച്ചിലായി പിടിച്ചിലായി കാര്യമായി. പൂസല്ല പിള്ളേരുടെ ഈ മുട്ട ഈ മുട്ട ഇത് കുഞ്ഞുനാളുകളാണ്. ഇപ്പൊ ഒരു പേര് വിളിക്കട്ടെ, കള്ളപ്പിള്ള കള്ളപ്പിള്ള കള്ളപ്പിള്ള. താങ്ക് യു. ഒരുപാട് അച്ഛൻ വേഷങ്ങളും അമ്മാവൻ വേഷങ്ങളും മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത് നനച്ചിരിക്കാത്തൊരു സുപ്രഭാതത്തിൽ മരണം വന്ന് തട്ടിക്കൊണ്ടുപോയൊരു നടനാണ്. ഒടുവിലായി നിങ്ങളുടെ മുന്നിലെത്തുന്നു ശ്രീ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. വെളിച്ചപ്പാടുകിന് ഉറഞ്ഞു തുള്ളല്ലേ. ഒരു ഭാഗത്താണ് അനിയും പപ്പട ആൾക്കാർ, മറുഭാഗത്താണ് ചേട്ടൻ പപ്പട ആൾക്കാർ. പ്രേമേന്ദ്ര നനക്കിടുറപ്പാ ഇനിപ്പറ്റ വഴിയുള്ളൂ, അടുക്കല്ലപ്പത്തുള്ള വഴി. Wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic notes, very special for the wonderful people of Malappuram. Ready? Pora, nammade energy ke poi endu kaiyirche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയാനെറ്റ് ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. ഇവിടെ എന്തുവാടെ ഈ പാട്ട് എടുത്തിരുന്നത്? ക്രിസ്മസിനുള്ളതാണത്.
ഓണത്തിന്റെ പൂക്കളം എടുത്തിട്ടെ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ് വന്നണഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം നിന്റെ സുന്ദര പൂമുഖം മറഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ്. മഹാബലി ആര്? ഞാൻ. ചേട്ടാ ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അതെ സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാർ കൊണ്ടുപോയി അവസാനം കിട്ടിയ ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. അണ്ണ ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ? അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്നു രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. നീലാകാശ ചെരുവിൽ നിന്നെ കാണാൻ താരമാ നീളേ തെൻപൂവിൽ നിന്നെ തേടാം തേൻ തുള്ളിയാ. റീന ആന്റണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൾ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറിപ്പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ അമ്മേ. വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയം തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീരൊലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തന്റെടും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ. തൊട്ടു പോകരുത് നീ ചിരട്ടത്തവിയല്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബസമേതം അടുത്തൊരു പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ അറിയിപ്പുണ്ട്. ഒരു മൊബൈല് കളഞ്ഞു പോയിട്ടുണ്ട്. നോക്കിയുടെ ചെറിയൊരു സെറ്റാണ്. അത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് സ്റ്റേജിൽ ഏൽപ്പിക്കണം. ഇന്നത്തെ കാലത്ത് ഒരു മൊബൈൽ കളഞ്ഞു പോകാന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നല്ല. എന്നാലും നമുക്ക് അത്യാവശ്യം വേണ്ട ചില നമ്പറുകൾ ഉണ്ടാവും. അതാണ് പ്രശ്നം. അപ്പൊ അത് ആർക്കെങ്കിലും അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണോ മൈക്ക് ചെക്ക് ചെയ്താണ്. മൈക്ക് ചെക്ക് ചെയ്താണോ? ഇത് മതി എന്ന് പറയുന്നത് ചെയ്യല്ലെന്ന്. ഞാനിത് മൈക്ക് ചെക്ക് ചെയ്താണ്. ഇത് മതി. അത് ശരി. ഈ ആരാ?
ഞാൻ ഇവിടെ പരിപാടിക്ക് വന്ന് പരിപാടിക്ക് വന്നതോ? മിമിക്രി ചെയ്യാൻ വേണ്ടി വന്നാണല്ലോ ഇവിടെ ഞാന്. അല്ലല്ല, ഇവിടെ വേറെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അല്ല ശരിക്കും ഞാനല്ല ഇവിടെ ഞാൻ വരണ്ടേ. അല്ല ഞാനല്ല, ഞാൻ ഞാനാക്കി ഞാനല്ല, ഞാൻ ഇവിടുത്തെ ഞാനല്ല ഈ എന്തെത്താണ്ടോ പറയുന്നത്? ഞാനല്ല ഇവിടെ വരണ്ടേ. ഇന്ന മിമിക്രിയിൽ ഞാനാക്കി എന്റെ ഗുരു ഇവിടെ വന്നിക്കണേ. നിന്റെ ഗുരു ഓനാണ് ഇവിടെ വരണത്. ശരി, അപ്പൊ ഈ അല്ല വരണ്ടേ? ഞാനല്ല. ഓൻ ഇവിടെ അടിച്ചുപൊളി ഒരു പാട്ട് വെച്ചെടുത്ത ഓൻ ഇവിടെ വരും. ഒരു പാട്ട് വെച്ചു കൊടുക്കും. ഒരു അടിപൊളി പാട്ട് വെച്ചു കൊടുക്കും. ഇന്നലെ വരും. ഇവിടെ ചങ്ങായി കമ്പനിക്കാരാ. ഇണക്കിളികൾ കുക്കുരുമാനായി ഇത മണിയറ കേറുന്നേ. ഇഷ്കിന്നിതളുകൾ വിരിയാനായി ഇനി ഞങ്ങൾ ആശംസ നേരുന്നേ. ഇണക്കിളികൾ നെഞ്ഞൊന്തി പോണ്ട. ആരാണ്? മിമിക്രിയിൽ എന്റെ ഗുരു. ഗുരുവാണല്ലേ? ബൻ പറഞ്ഞാല് ചെറുപ്പം മുതലുള്ള ബന്ധാണ് ഞാൻ ഇവനായിട്ട്. ഇവൻ പറഞ്ഞാല് ഇവൻ ചെറുപ്പത്തിൽ ഇവൻ ചെറിയ കുട്ടിയാണ്. ഞാൻ പറയും ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയായിരിക്കല്ലോ. ഇവന്റെ അടുത്ത കമ്പനിക്കാരൻ ചെറുപ്പം മുതൽ ഇവന്റെ വീട് എന്റെ വീടല്ല, ഇവന്റെ വീട് എന്റെ വീടല്ല, എന്റെ വീട് ഇവൻ കിടന്നുറങ്ങണ എന്റെ പായൽ ഞാൻ പാത്രത്തിൽ ചോറിനിട്ട് അങ്ങനത്തെ ബന്ധാണ് ഞാൻ. പേരെന്താ? അല്ല ഞാൻ പറയടാ, അത് ഞാൻ പറയട്ടെ. എന്താ പേരെന്താ? ബെന്റിയോ? എന്റെ പേരെന്തേനാടാ? എന്റെ പേരെന്തേനു? എല്ലാ കുട്ടിയാണല്ലോ ആളെ വിളിച്ചിട്ട് ഇൻസൾട്ടർ ആക്കുക. അവിടെ കുട്ടികളൊന്ന് ഇൻസൾട്ടർ ആക്കണെങ്കി ഇവൻ ഇതിന്റെ ആളാണ്. ഇപ്പം മിമിക്രിന്റെ ടോപ്പ്. അത് ശരി, ഇഷ്ടംപോലെ ഒരളുണ്ടാക്കുന്ന ആളല്ലേ? ഒരലല്ല, ഒലക്ക ഉണ്ടാക്കുവോ? ചെങ്ങായി നമ്മള് കൊരലും കൂറ്റന്നെ എടുക്കൂലേ, കൂറ്റൊക്കെ എടുക്കൂലേ? കൊരലും കൂറ്റോ? എന്താ മിമിക്രിന്റെ പറയില്ലേ? വോയിസിനാ പറയുന്നത്. നമ്മളവര് യോ പ്രോട്ടീൻ നമ്മളെ ഉൾനാടാണല്ലോ. ഉൾനാട് ലോക്കൽസ് ആണ്ടാ. സിറ്റി ഏരിയയിലേക്ക് വരും. സിറ്റി ഏരിയ. ഓ അത് ശരി. ഇയാളെ സൗണ്ട് ഉണ്ടാക്കും. മറ്റേ ഇടയ്ക്ക് അന്ന് പീഡിയന്റെ അയാളെ പേരെന്താ? വയസ്സായിട്ട് ഒരാളില്ലേ കഷണ്ടിയായിട്ട്? അല്ലു അർജുൻ അല്ലടാ, മറ്റേ മൂപ്പർ ഇങ്ങനൊക്കെ പറയും. അവരുമായിട്ട് സംസാരിക്കണം. ചില്ലറ കാര്യല്ലടാ. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. ഞാനാണ് കറക്റ്റ് ഉണ്ടാക്കല്. ഞാനാണ് ഇന്നെ കൂട്ടിക്കൊണ്ടൊന്നും എനിക്ക് വലിയ ആളെ മെയിൻ ആവുകയാണെങ്കിൽ ഒക്കൊട്ടിയെ ബന്ധം എടുക്കുമ്പോ ഞാൻ അത് പറയാന്നാല് മുരളീന്റെ കുരലെടുക്കും. പിന്നെ അനൗൺസ് ചെയ്യുമ്പോ ഞാൻ മുരളിന്റെ കുരലെടുക്കും, ശബ്ദം എടുക്കും. ഞാൻ അത് പറയാന്നാല് മുരളീന്റെ അത് നിങ്ങളെ ശബ്ദത്തിൽ അനൗൺസ് ചെയ്യുമ്പോ പ്രിയമുള്ളവരെ, മലയാള സിനിമയ്ക്ക് ഒട്ടനവധി കരുത്തുറ്റ കഥാപാത്രങ്ങളെ സംഭാവന ചെയ്ത ഒരു മഹാനടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അത് മറ്റാരുമല്ല, ഭരത് മുരളി. ചെമ്പക്കുളം തച്ചൻ, അമരം തുടങ്ങിയ സിനിമകളിലൂടെ മലയാളി മനസ്സിലേക്ക് ചേക്കേറിയ മലയാളത്തിന്റെ സ്വന്തം അഭിനയ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരേ ഒരു നടൻ ഭരത് മുരളി. ഒരു നിലച്ചിരിക്കാത്ത പകലിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മലയാളത്തിന്റെ സ്വന്തം അഭിനയ ചക്രവർത്തി ഭരത് മുരളി. മുരളിയെ കുറിച്ച് പറയുക. വർക്ക് ചെയ്യാൻ സമ്മതിക്കൂല. ഇവിടെ ഇന്ന് ഉയരത്തിക്ക് സമ്മതിക്കാതെ ഇന്ന ഫീൽഡിൽ നിന്ന് ഔട്ടാക്കാനാ ഒരു വർക്ക് എന്താ ഈ സമ്മതിക്കാത്ത? ഇവൻ അറിയോ? ഇപ്പൊ നമ്മളെ പെരയിൽ മീൻ പൊരിച്ചതിനെ മണം വരുമ്പോ നമ്മളെ പെരലേ പാഞ്ഞു വരുന്ന രണ്ടൈത പൊരിച്ചൊക്കെ മിണിക്കാൻ എന്റെ പെരല് എന്നിട്ട് നമ്മളെ ബാപ്പൊക്കെ വെച്ച രണ്ട് പിന്നാളെ കഞ്ഞാളെ കച്ചുകൂട്ട കള്ളനാണ് പേ. എന്നിട്ട് ഇപ്പൊ വന്നു കഴിഞ്ഞാല് ഇപ്പൊ കട്ടിലിന്റെ ഉള്ളിൽ ഞാൻ നിലത്താണ് കിടക്ക. മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആരാ? ജയൻ. ജയൻ അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് രണ്ട് താരം കൂടി മലയാള സിനിമയിലെത്തി. ഇത് ആ രണ്ട് താരത്തിനോട്, അത് ഒന്ന് ഭീമൻ രഘു, ഒന്ന് ജഗദീഷ് സാർ. അപ്പൊ ഇവർ രണ്ടുപേരോടും ഞാൻ പറഞ്ഞു, ജയൻ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും സിനിമയിലെത്തിയെന്ന് പറഞ്ഞപ്പോൾ അവര് തർക്കിച്ചു. ഇല്ല, ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞു. ഞാനത് പ്രൂവ് ചെയ്ത് കൊടുത്തു. അത് ഇപ്രകാരമാണ്. ആദ്യം ജയന്റെ സംഭാഷണത്തിലേക്ക് കിടക്കാം, അതിനുശേഷം ആക്ഷൻ. ഞാൻ കാണിക്കുന്നത് ആക്ഷനാണ്. ആദ്യം ജയന്റെ സംഭാഷണം. അവിടെ നിൽക്കും.
ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ചൂയിങ് എടുക്കാൻ നന്നായിട്ട് ചവയ്ക്കുക, അപ്പൊ കറക്റ്റ് ജയനായി. വീട്ടിൽ പോടാ, എടാ വീട്ടിൽ പോകാൻ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചവച്ച് തുപ്പിയാൽ മതി. ഇനി ഭീമന്റെ ഊരിന്റെ ശബ്ദം. വരണം മിസ്റ്റർ എന്തിയൂടൻ. ഈ പരഭൂമനെ പണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതല് കണ്ണൂർ കോട്ട മൈതാനം വരെ പട്ടിയെ തള്ളുന്നമാര് തള്ളിയതാ. കുറെ കാലമായടാ കൈയും കാലൊക്കെ നനക്കിട്ട്. ഇത്രയും പറയും. ലാലേട്ടന്റെ എന്നൊക്കെ വേഷടിയുമായിരിക്കും പോകും. ഇതാണ് എല്ലാ സിനിമകളിലും. ഇനി ജഗദീഷ് ചേട്ടൻ. ചേട്ടൻ കാര്യമായിട്ട് പറഞ്ഞതാണോ എനിക്കിട്ടൊന്ന് താങ്ങിയതാണോ? നിങ്ങൾക്കറിയില്ലല്ലോ. കാക്ക തൂരിയങ്ങൾ തോന്നുന്നേ, സ്മെല്ലില്ലേ? ഇത് പോകും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ആക്ഷനാണ്. ആദ്യം ജയൻ, അല്പകൂടെ സ്പീഡ് ഭീമന്റെ കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ്. ഇത് കാണിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു അല്ലാന്ന് പറഞ്ഞു. കാണിച്ചു കഴിഞ്ഞപ്പോ പുള്ളിയും പറഞ്ഞു നീ പുറത്ത് ആരോടും പറയണ്ട, അത് സത്യം തന്നെയാണ്. ഞാൻ കാണിക്കാം. ആദ്യം ജയൻ, അല്പകൂടെ സ്പീഡ് ഭീമന്റെ കുറച്ചുകൂടെ സ്പീഡ് ജഗദീഷ്. റെഡി? കുട്ടികൾക്ക് വളരെ പ്രിയങ്കരനായ ആ മജീഷ്യൻ മുരുകാടിന്റെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം. വിഷ്ണു, മാജിക് എന്ന് പറയുന്നത് ഒരു ജാലവിദ്യയാണ്, റൈറ്റ്? വിഷ്ണു അങ്കിളിന്റെ കൈകളിലേക്ക് നോക്കുക. അങ്കിളിന്റെ കയ്യിൽ 10 രൂപ പോലുമില്ല, റൈറ്റ്? വേണിച്ചേട്ടന്റെ പോക്കറ്റിൽ ഒരു 10 രൂപ. ഇത് അങ്കിൾ വന്നപ്പോഴേ നോട്ടമിട്ടിരുന്നു. വിഷ്ണുവിന്റെ പോക്കറ്റിൽ ഒരു 100 രൂപയുമുണ്ട്. ഇതും അങ്കിൾ നോട്ടമിട്ടിരുന്നു. ഇനിയാണെങ്കിൽ മാജിക് കാണിക്കാൻ പോകുന്നത്. അങ്കിൾ 1, 2 എന്ന് തുടങ്ങി 10 വരെ എണ്ണുമ്പോഴേക്കും ഈ 2 നോട്ടും അടിച്ചു മാറ്റി അങ്കിളിന്റെ കീശയിലാക്കിയിരിക്കും. എന്നിട്ട് ഈ ഫ്ലോർ വിട്ട് ഓടിപ്പോയി പുട്ടുമുട്ടയും കഴിക്കും. ദിസ് ഇസ് മാജിക്. മാജിക് എന്ന് പറഞ്ഞാൽ ഒരു അടിച്ചു മാറ്റി പ്രക്രിയയാണ്. താങ്ക് യു. പ്രേമൻ തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹത്തിന് വേറൊരു ശൈലിയാണ്. ഏത് ഡയലോഗ് പറഞ്ഞാലും താല്പര്യമില്ലാത്ത രീതിയിലായിരിക്കും ഡയലോഗ് ഡെലിവറി. ഇപ്പൊ ലൊക്കേഷനിലൊക്കെ വെച്ചിട്ട് ചേട്ടാ ഇന്ന് നല്ല ബിരിയാണി ഉണ്ട്, നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ലോട്ടറി അടിച്ചത് കേട്ടല്ലോ. അങ്ങനെ താല്പര്യമില്ലാത്ത രീതിയിൽ ഡയലോഗ് പറഞ്ഞാൽ കറക്റ്റ് പ്രേമൻ ചേട്ടനാവും. പക്ഷേ ആ വട്ടിയോട്ടുള്ള ഏർപ്പാട് അത്ര ശരിയായില്ല കേട്ടോ. വട്ടിയൊട്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വയ്ക്കുന്ന പോലെ ഇവിടെ കൊണ്ടുപറിക്കുന്ന കുട്ടികളുണ്ട് എന്ന് കൂടി എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ബിന്ദു പണിക്കർ. റെഡി? ഏതാ ശോഭ, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെ അവറ്റൊക്കെ എന്നോട് സ്നേഹമില്ലല്ലോ. താങ്ക് യു. പ്രകാശ് രാജ്. ஒரு கம்ப்யூட்டர் பண்ண கையில வச்சு எனக்கு எக்கோட மாடா இதோட நம்ம தோணக்கோ குடும்பத்துல அத்தனை நான் அடிக்கிற சாவு பண்ணியும் துடிக்க தப்பிச்சுக்கடா செல்லோ அது കമ്പ്യൂട്ടറിനെ. താങ്ക് യു. ശ്രീ ജനാർദ്ദന വില്ലൻ കഥാപാത്രമായപ്പോ പുള്ളിയുടെ ശബ്ദം. നല്ല നല്ല ഏട്ടപ്പെട്ട കർത്താവ് ഇട ഈ സ്വീകരിക്കാരുടെ പ്രധാന മഹാശബ്ദങ്ങളാണ്. ഇപ്പോ കൊമേഡിയൻ ആയപ്പോ ശബ്ദത്തിന് ഒരുപാട് രൂപാന്തരം പ്രാപിച്ചു. കൊമേഡിയൻ ആയപ്പോ ഉള്ള ശബ്ദം വേറെയാണ്. ഓ പിടികിട്ടി പിടികിട്ടി എടാ തീ തങ്കപ്പറന്നടാ. ജയൻ വേണ്ടേ അല്ലേ? ജയൻ സാറിന്റെ ശബ്ദം ആദ്യം പരിചയപ്പെടുത്തരാ. എല്ലാരും ചെയ്യുന്ന ഒരു ശബ്ദമുണ്ട്. ഇത് കിട്ടിയിരുന്നെങ്കിൽ അതാകാമായിരുന്നു. ഇങ്ങനെ ഒരു സിനിമയിൽ ജയൻ സാറ് ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. ഇദ്ദേഹം സിനിമയിൽ ഉപയോഗിച്ചൊരു ശൈലി ചെയ്യാണ്. ആ ശൈലി ഇഷ്ടപ്പെട്ട ഒന്ന് കൈകരിക്കണം കേട്ടോ. വേറൊന്നല്ല, കഥയ്ക്കുന്നുണ്ട്. കഥച്ചു പോയാൽ കഥച്ച ജയൻ. ഇരുമ്പഴികളുടെ ഡയലോഗ്. എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിനെ വിലപിച്ചു. ഈ കത്തുന്ന വിളിക്ക് മുന്നിൽ ഞാൻ സത്യം ചെയ്യുകയാണ് സിനിമ.
എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിനെ ലഭിച്ചെങ്കിൽ എന്നാൽ 1000 കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഞാൻ എന്റെ ജീവൻ നടത്താൻ തയ്യാറാണ് സൈനബ. അതേപോലെ തന്നെ സത്യമാഷ് ഡയലോഗ് കൈകാര്യം ചെയ്തിരുന്നത് സ്റ്റൈലാക്കിയല്ല എന്നുള്ളതാണ്. നമ്മളെ വീട്ടിൽ പോയിട്ട് അമ്മയെ ഒരു ഗ്ലാസ് വെള്ളം വേണം എന്ന് പറയും, നമ്മളത് സ്റ്റൈലാക്കി പറയില്ല. ഇപ്പൊ ഞാനിപ്പോ എന്റെ അമ്മേനോട് പറയും, അമ്മ ദാഹിച്ചിട്ട് വയ്യ ഒരു ഗ്ലാസ് വെള്ളം എന്താണ്. ഇത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരും ഡയലോഗ് കൈകാര്യം ചെയ്യുന്നത് സ്റ്റൈലാക്കിയാണ്. പക്ഷെ സത്യമാഷ്ടാണ് ഒറിജിനലായിട്ട് ചെയ്തത്. ഒരു ക്ലാസ് മുഖേന ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. പ്രേംനസീർ സാറ് വെള്ളത്തിന് വെച്ചാൽ എങ്ങനെ ഉണ്ടാകും? എല്ലാവരും സ്റ്റൈലാക്കി ചോദിക്കും. അമ്മേ, ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. അമ്മയെ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ഗ്ലാസ് വെള്ളം താ. ഇത് മധുസാറി വെച്ചാൽ കണ്ടോ, അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മ. ഇത് ജയൻ സാറി വെച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ഗ്ലാസ് വെള്ളം താ. ഇത് സുരേഷ് ഗോപിയോടും ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ഗ്ലാസ് വെള്ളം താ. ഇത് ലാലേട്ടൻ ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. ഇത് മമ്മൂക്ക് ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യമ്മേ എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. പക്ഷെ ഇതേപോലെ ഒന്നുമല്ല സത്യമാഷ് കൂളായിട്ട് നമ്മളെ അമ്മേനോട് കൂടി പറയുന്നിട്ട് ഒരു മസിലും പിടിക്കാൻ അമ്മ എനിക്ക് വേണ്ട. മറ്റോലൊക്കെ സ്റ്റൈലാക്ക നോക്കെ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ എനിക്ക് ഗ്ലാസ് വെള്ളം തമ്മേ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ഗ്ലാസ് വെള്ളം. അമ്മ എനിക്ക് വെള്ളം താ. അതുകൊണ്ടാണ് സത്യൻ മാസ്റ്റർക്ക് പകരം വെക്കാൻ മലയാള സിനിമയിൽ മറ്റാരുമില്ല എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നസീർ സാറിന് ഒരു പ്രത്യേകതയുണ്ട്. ചിരിക്കുന്നത് കരയുന്നതും ഒരേപോലെയാണ് അദ്ദേഹം. ചിരിച്ചിരുന്നത് എങ്ങനെയാന്ന് നോക്കിയേ. എന്റെ അമ്മണിക്കുട്ടി ഒന്ന് ചിരിച്ചേ. അയ്യോ അങ്ങനെയല്ല, പെൺകുട്ടികളായാൽ പൊട്ടി പൊട്ടി ചിരിക്കണം. ഇതാ ഇങ്ങനെ മണ്ടിപ്പെണ്ണേ. ഇതേപോലെ തന്നെയാ കരയ. അന്തപ്പുരം എന്ന ഈ ശബ്ദം മറന്നു പോകാം നിങ്ങളടുന്ന്. അന്തപ്പുരം എന്ന ചിത്രത്തില് ജയൻ സാറ് നസീർ സാറിന്റെ മടിയിൽ വെച്ച് മരിക്കുന്നവര് അങ്ങോട്ട് നോക്കാം. ബാബു പറയാണ്, രാജൻ ഞാൻ എന്നെ വിട്ടു പോവുകയാണ് രാജൻ. ബാബു എന്നെ വിട്ടു പോകരുത് ബാബു. രാജൻ എന്റെ പെങ്ങളെ ഞാൻ നിന്റെ അടുത്ത് ഏൽപ്പിക്കുകയാണ് രാജൻ. ബാബു രാജൻ. ഇപ്പൊ ജയൻ മരിക്കുക. പിന്നെ നസീർ സാറ് ബാബു ബാബു ബാബു. ആ താളവട്ടത്തിലെ സംഭാഷണമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കൂല. അതുപോലെ തന്നെ ചിത്രത്തിലൊരു ചിരിയുണ്ട്, വെള്ളടിച്ച് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഓർമ്മ ഉണ്ടെന്നറിയില്ല, ഒന്ന് ചെയ്തു നോക്കാം. കാര്യങ്ങൾ ഇത്ര നിസ്സാരമായ സ്ഥിതിക്ക് ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാ. ഞാൻ ആരുമല്ല. ആരും അതല്ലോ വിഷ്ണു. അതല്ല, ഞാൻ ആരുമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ കസന്തി ജന്മനാല് ഇങ്ങനെയായിരുന്നോ? എന്താ വിഷ്ണു ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതല്ല, സാറേ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. സുഖല്ലേ? ഓ എൻ്റെ മുത്തുകൾ മേളിലായിരിക്കുന്നല്ലേ. താങ്ക് യു മിസ്. എല്ലാ പെരുന്നാളിനും ഒരു ആഗ്രഹമുണ്ട്, നാട്ടിൽ നിന്ന് നിൽക്കണം, നാട്ടിൽ ഭാര്യയുടെ മക്കളുടെ ഒക്കെ കൂടിയിട്ട് അല്ല ഉമ്മച്ചിയുടെ ഉപ്പാടെ കൂടിയിട്ട് ആഹാരം കഴിക്കണം എന്നൊക്കെ. അതൊരിക്കലും നടക്കാറില്ല. മിക്കപ്പോഴും ഈ ഗൾഫിൽ വന്നിട്ട് നിങ്ങളോടൊപ്പം കൂടാനാണ് ഭാഗ്യം വിധിച്ചിരിക്കുന്നത്. സന്തോഷമുണ്ട്. ഇന്നൊരു മട്ടൻ കഴിച്ചതാണ്.
ആ ആടിനോട് ഞാൻ ഒരു ദേഷ്യവും ചെയ്തിട്ടില്ല, എന്നിട്ട് നാക്ക് കടിച്ചു അറിയാണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. എന്താ, നമുക്ക് കൂടാം, നമുക്ക് അടിച്ചു പൊളിക്കാം. എന്നും ഒരുപാട് പ്രോഗ്രാമിന് വരുമ്പോഴും എനിക്ക് പേടിയില്ല. പക്ഷേ പെരുന്നാൾ സമയത്ത് മാപ്പിളപ്പാട്ടിൻ്റെ പ്രോഗ്രാം വരുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം കലാഭവമണി കയറിയ സ്റ്റേജിൽ കയറുക എന്ന് പറഞ്ഞാൽ ആന കരിമ്പം കാട്ടി കയറിയ പോലെയാണ്. ഒരു രക്ഷ ഉണ്ടാവില്ല കയറുന്ന കാര്യം. പിന്നെ മാപ്പിളപ്പാട്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അങ്ങ് ഹൈ പിച്ചിലാണ് ഇവരുടെ തുടക്കം തന്നെ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് വന്ന് മിമിക്രി കളിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ചെയ്ത് വിജയിപ്പിക്കാൻ. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. കൊച്ചു കൊച്ചു അനുകരണങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കുറച്ചാവുള്ളൂ, സഹകരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എനർജി കളയാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും വരും. ഉച്ചയ്ക്ക് കഴിച്ചാൽ മട്ടനൊക്കെ ഒന്ന് ഇളക്കി കളയണ്ടേ, അല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. റെഡി? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഒരു നല്ല കൈയടിങ്ങ തുടങ്ങിയേക്കാം. താങ്ക് യു. ഇപ്പോൾ ഈ മിമിക്രി എന്ന് പറയുന്ന കല വേദിയിൽ അവതരിപ്പിച്ച് വിജയിപ്പിക്കുന്ന ശ്രമകരമായൊരു ജോലിയാണ്. ഞങ്ങൾ റൂമിൽ ഇരുന്ന് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഇവിടെ കണ്ടു കഴിയും. അത്ര ഫാസ്റ്റായി കഴിഞ്ഞിരിക്കുന്നു, ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഇത് ഏതാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു കൺഫ്യൂഷനിലാണ് ഞാനിപ്പോൾ. ഞാനെന്നല്ല, എന്നെപ്പോലുള്ള എല്ലാ മിമിക്രി കലാകാരന്മാരും. എന്നാലും നിങ്ങളുടെ സപ്പോർട്ടോട് കൂടി കുറച്ച് സംഭവങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇന്നും തുടങ്ങുന്നത് പോലെ നമ്മുടെ ഏഷ്യാനെറ്റിലെ TN ഗോപകുമാർ സാറിൻ്റെ കണ്ണാടി എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ തന്നെ ഒരു തുടക്കം. അത് എല്ലാ കലാകാരന്മാർക്കും ആദ്യത്തെ പാട്ട് പാടുമ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ സ്പീച്ചിൽ തുടങ്ങുന്ന ഒരു സംഭവങ്ങളിൽ എന്ന് പറഞ്ഞ ഒരു മിമിക്രി കലാകാരൻ തുടങ്ങുമ്പം ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് തുടക്കത്തിനാവാം. TN ഗോപകുമാറിൻ്റെ കണ്ണാടി എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ ആവാം നമുക്ക് തുടക്കം. മാന്യ പ്രേക്ഷകർക്ക് കണ്ണുകടിയിലേക്ക് സ്വാഗതം. കണ്ണുകടി ആഴ്ച കടന്നു ചെല്ലുന്ന ഒരു പ്രത്യേക വിഷയത്തിലേക്കാണ്. കണ്ണുകടിയുടെ എല്ലാ എപ്പിസോഡുകളും കാണുന്ന കുറച്ച് ചെറുപ്പക്കാർ അബുദാബിയിൽ നിന്നും അയച്ചിരിക്കുന്നത് നിസാർ, സാദിഖ്, സുബൈർ, അതുപോലെ അനിൽ, തോമസ് തുടങ്ങിയവരാണ്. അവർ എഴുതിയിരിക്കുന്നത്, ഞങ്ങൾ കണ്ണുകടി സ്ഥിരമായിട്ട് കാണുന്നവരാണ്. നിങ്ങളുടെ ഈ പരിപാടി ഇഷ്ടമാണ്, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ അബുദാബിക്ക് വാടാ, കാണിച്ചു തരാമെന്നാണ് എഴുതിയിരിക്കുന്നത്. തൽക്കാലം ജീവനി പേടിയുള്ളതുകൊണ്ട് ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നില്ല. കണ്ണുകടി ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇതേപോലെ നമ്മുടെ രാഷ്ട്രീയക്കാരെയൊക്കെ അനുകരിക്കുമ്പോൾ മിക്കപ്പോഴും പല മിമിക്രി കലാകാരന്മാരും ചെയ്യുന്നത്, നമുക്ക് മുമ്പുള്ള കുറേ പേരൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കൂട്ടിയാണ് ചെയ്യുന്നത്. അതെപ്പോഴും അങ്ങനെയാണ്. ഒരു താരത്തെയോ ഒരു രാഷ്ട്രീയക്കാരെ അനുകരിക്കുമ്പോൾ അവർ ചെയ്തിട്ടുള്ള ശബ്ദത്തെക്കാളും കുറച്ച് മാറ്റിയാണ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരു കാർട്ടൂണിസ്റ്റ് ചിത്രം വരയ്ക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ മൂക്കോ കണ്ണോ ചുണ്ടോ ചെവിയോ താടിയോ ഒക്കെ കുറച്ച് കൂട്ടിയായിരിക്കും കാണിക്കുന്നത്. എങ്കിൽ പെട്ടെന്ന് ആ ആളാണെന്ന് നമുക്ക് തോന്നും. അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ മിമിക്രി ആർട്ടിസ്റ്റ് ഒരു കലാകാരൻ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ മിക്കപ്പോഴും ഉമ്മൻചാണ്ടി സാറിനെ കാണിക്കുമ്പോൾ പലപ്പോഴും കാണിക്കുന്നത് അതാ ഞങ്ങളുടെ പാർട്ടിയുടെ എന്നൊക്കെ പറഞ്ഞ് കാണിക്കാറുണ്ട്. മിക്കപ്പോഴും ഇതൊന്നും അല്ലാതെ അദ്ദേഹം ചില മീറ്റിങ്ങുകളിലിരിക്കുമ്പോൾ, പ്രസ് മീറ്റിങ്ങിലിരിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ അവിടുന്ന് ഇവിടുന്ന് പല പത്രക്കാരും ചോദിക്കും. അപ്പോൾ അതിനൊക്കെ മറുപടി പറയുകയും വേണം. പറയുന്നത് കുഴപ്പമായി പോകാൻ പാടുമില്ല. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മൂപ്പർക്ക്. ഈ ചോദ്യം കേട്ടിട്ടും കേൾക്കാത്തതുപോലെ നമുക്ക് അങ്ങനത്തെ ഒരു ലൈവ് പത്രസമ്മേളനത്തേക്ക് ഉമ്മൻചാണ്ടി സാറിൻ്റെ പോകാം. അത് ഞങ്ങളുടെ ഗവൺമെൻറ് എന്ന് പറയുന്നത് ശക്തമായ ഒരു ഭരണമാണ് കാഴ്ചകൊണ്ടിരിക്കുന്നത്. എന്നാ അത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നിങ്ങൾ പത്രക്കാരെ ഉണ്ടാക്കി വെക്കുന്ന ചോദ്യങ്ങളാണ്. ഇതിലൊന്നും മറുപടി പറയേണ്ട ആവശ്യം എനിക്കില്ല. അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതൊക്കെ ഹൈക്കമാൻഡ് ജയം വേണ്ടേ അല്ലേ? ജയൻ സാറിന്റെ ശബ്ദം ആദ്യം പരിചയപ്പെടുത്തരാ. എല്ലാരും ചെയ്യുന്നൊരു ശബ്ദമുണ്ട്, ഇത് കിട്ടിയിരുന്നെങ്കിൽ അതാകാമായിരുന്നു. ഇങ്ങനെ ഒരു സിനിമയിൽ ജയൻ സാറ് ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹം സിനിമയിൽ ഉപയോഗിച്ചൊരു ശൈലി ചെയ്യാണ്. ആ ശൈലി ഇഷ്ടപ്പെട്ട ഒന്ന് കൈകരിക്കണം കേട്ടോ. വേറെ ഒന്നല്ല, കഥയ്ക്കുന്നുണ്ട്, കഥച്ചു പോയാൽ കഥച്ച ജയൻ. ഇരുമ്പഴികളുടെ ഡയലോഗ്. എന്നെ രക്ഷിക്കാൻ
നീ നിന്റെ കുഞ്ഞിനെ വിലപിച്ചു. ഈ കത്തുന്ന വിളക്കിന് മുന്നിൽ ഞാൻ സത്യം ചെയ്യുകയാണ് സിനിമ. എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിനെ വിലപിച്ചെങ്കിൽ ഇന്ന് 10,000 കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഞാൻ എന്റെ ജീവൻ നടത്താൻ തയ്യാറാണ് സിനിമ. അതേപോലെ തന്നെ സത്യമാഷ് ഡയലോഗ് കൈകാര്യം ചെയ്തിരുന്നത് സ്റ്റൈലാക്കിയല്ല എന്നുള്ളതാണ്. നമ്മളെ വീട്ടിൽ പോയിട്ട് അമ്മയെ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയും, നമ്മളത് സ്റ്റൈലാക്കി പറയില്ല. ഇപ്പൊ ഞാനിപ്പോ എന്റെ അമ്മേനോട് പറയും, അമ്മ ദാഹിച്ചിട്ട് വയ്യ ഒരു ഗ്ലാസ് വെള്ളം എന്താണ്. ഇത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരും ഡയലോഗ് കൈകാര്യം ചെയ്യുന്നത് സ്റ്റൈലാക്കിയാണ്. പക്ഷെ സത്യമാഷ്ടാണ് ഒറിജിനലായിട്ട് ചെയ്തത്. ഒരു ക്ലാസ് മുഖേന ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. പ്രേംനസീർ സാറ് വെള്ളത്തിന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക, എല്ലാവരും സ്റ്റൈലാക്കി ചോദിക്കുക. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. അമ്മയെ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. ഇത് മധുസാറി വെച്ചാൽ കണ്ടോ, അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മ. ഇത് ജയൻ സാറി വെച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. ഇത് സുരേഷ് ഗോപിയേട്ടൻ ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. ഇത് ലാലേട്ടൻ ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. ഇത് മമ്മൂക്ക് ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യമ്മേ, എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. പക്ഷെ ഇതേപോലെ ഒന്നുമല്ല സത്യമാഷ് കൂളായിട്ട് നമ്മളെ അമ്മേനോട് കൂടി പറയുന്നിട്ട് ഒരു മസിലും പിടിക്കാൻ അമ്മ എനിക്ക് വേണ്ട. മറ്റോലൊക്കെ സ്റ്റൈലാക്കാം നോക്കെ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ എനിക്ക് ഗ്ലാസ് വെള്ളം തമ്മേ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ, എനിക്ക് ഗ്ലാസ് വെള്ളം. അമ്മ എനിക്ക് വെള്ളം താ. അതുകൊണ്ടാണ് സത്യൻ മാസ്റ്റർക്ക് പകരം വെക്കാൻ മലയാള സിനിമയിൽ മറ്റാരുമില്ല എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നസീർ സാറിന് ഒരു പ്രത്യേകതയുണ്ട്. ചിരിക്കുന്നതും കരയുന്നതും ഒരേപോലെയാണ് അദ്ദേഹം. ചിരിച്ചിരുന്നത് എങ്ങനെയാന്ന് നോക്കിയേ. എന്റെ അമ്മണിക്കുട്ടി ഒന്ന് ചിരിച്ചേ. അയ്യോ അങ്ങനെയല്ല, പെൺകുട്ടികളായാൽ പൊട്ടി പൊട്ടി ചിരിക്കണം. ഇതാ ഇങ്ങനെ മണ്ടിപ്പെണ്ണേ. ഇതേപോലെ തന്നെയാ കരയ. അന്തപ്പുരം എന്ന ഈ ശബ്ദം മറന്നു പോകാം നിങ്ങളിടുന്ന്. അന്തപ്പുരം എന്ന ചിത്രത്തില് ജയൻ സാറ് നസീർ സാറിന്റെ മടിയിൽ വെച്ച് മരിക്കുന്നവര് അങ്ങോട്ട് നോക്കാം. ബാബു പറയാണ്, രാജൻ ഞാൻ എന്നെ വിട്ടു പോവുകയാണ് രാജൻ. ബാബു എന്നെ വിട്ടു പോകരുത് ബാബു. രാജൻ എന്റെ പെങ്ങളെ ഞാൻ നിന്റെ അടുത്ത് ഏൽപ്പിക്കുകയാണ് രാജൻ. ബാബു രാജൻ. ഇപ്പൊ ജയൻ മരിക്കുക. പിന്നെ നസീർ സാറ് ബാബു ബാബു ബാബു. ആ താളവട്ടത്തിലെ സംഭാഷണമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കൂല. അതുപോലെ തന്നെ ചിത്രത്തിലൊരു ചിരിയുണ്ട്, വെള്ളടിച്ച് പറയുന്നൊരു ഡയലോഗുണ്ട്. ഓർമ്മ ഉണ്ടെന്നറിയില്ല, ഒന്ന് ചെയ്തു നോക്കാം. കാര്യങ്ങൾ ഇത്ര നിസ്സാരമായ സ്ഥിതിക്ക് ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാ. ഞാൻ ആരുമല്ല. ആരും അതെന്താ വിഷ്ണു? അതല്ല, ഞാൻ ആരുമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ കസന്തി ജന്മനാണ് ഇങ്ങനെയായിരുന്നോ? എന്താ വിഷ്ണു ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതല്ല, സാറേ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. സുഖല്ലേ? ഓ എൻ്റെ മുത്തുകൾ മേളിലായിരിക്കുന്നല്ലേ. താങ്ക് യു മിസ്. എല്ലാ പെരുന്നാളിനും ഒരു ആഗ്രഹമുണ്ട്, നാട്ടിൽ നിന്ന് നിൽക്കണം, നാട്ടിൽ ഭാര്യയുടെ മക്കളുടെ ഒക്കെ കൂടിയിട്ട് അല്ല ഉമ്മച്ചിയുടെ ഉപ്പാടെ കൂടിയിട്ട് ആഹാരം കഴിക്കണം എന്നൊക്കെ. അതൊരിക്കലും നടക്കാറില്ല.
എല്ലായ്പ്പോഴും മിക്കപ്പോഴും ഈ ഗൾഫിൽ വന്നിട്ട് നിങ്ങളോടൊപ്പം കൂടാനാണ് ഭാഗ്യം വിധിച്ചിരിക്കുന്നത്. സന്തോഷമുണ്ട്. ഇന്നൊരു മട്ടൻ കഴിച്ചതാണ്. ആ ആടിനോട് ഞാൻ ഒരു ദേഷ്യവും ചെയ്തിട്ടില്ല, എന്നിട്ട് നാക്ക് കടിച്ചു അറിയാണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. എന്താ, നമുക്ക് കൂടാം, നമുക്ക് അടിച്ചു പൊളിക്കാം. എന്നും ഒരുപാട് പ്രോഗ്രാമിന് വരുമ്പോഴും എനിക്ക് പേടിയില്ല. പക്ഷേ പെരുന്നാൾ സമയത്ത് മാപ്പിളപ്പാട്ടിൻ്റെ പ്രോഗ്രാം വരുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം കലാഭവമണി കയറിയ സ്റ്റേജിൽ കയറുക എന്ന് പറഞ്ഞാൽ ആന കരിമ്പങ്കാട്ടി കയറിയ പോലെയാണ്. ഒരു രക്ഷയുണ്ടാവില്ല കയറുന്നതിന്. പിന്നെ മാപ്പിളപ്പാട്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അങ്ങ് ഹൈ പിച്ചിലാണ് ഇവരുടെ തുടക്കം തന്നെ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് വന്ന് മിമിക്രി കളിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ചെയ്ത് വിജയിപ്പിക്കാൻ. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. കൊച്ചു കൊച്ചു അനുകരണങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കുറച്ചാവുള്ളൂ, സഹകരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എനർജി കളയാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും വരും. ഉച്ചയ്ക്ക് കഴിച്ചാൽ മട്ടനൊക്കെ ഒന്ന് ഇളക്കി കളയണ്ടേ അല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. റെഡി? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഒരു നല്ല കൈയടിങ്ങ് അങ്ങ് തുടങ്ങിയേക്കാം. താങ്ക് യു. ഇപ്പോൾ ഈ മിമിക്രി എന്ന് പറയുന്ന കല വേദിയിൽ അവതരിപ്പിച്ച് വിജയിപ്പിക്കുക എന്ന ശ്രമകരമായ ഒരു ജോലിയാണ്. ഞങ്ങൾ റൂമിൽ ഇരുന്ന് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഇവിടെ കണ്ടു കഴിയും. അത്ര ഫാസ്റ്റായി കഴിഞ്ഞിരിക്കുന്നു, ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഇത് ഏതാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു കൺഫ്യൂഷനിലാണ് ഞാനിപ്പോൾ. ഞാനെന്നല്ല, എന്നെപ്പോലുള്ള എല്ലാ മിമിക്രി കലാകാരന്മാരും. എന്നാലും നിങ്ങളുടെ സപ്പോർട്ടോട് കൂടി കുറച്ച് സംഭവങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇന്നും തുടങ്ങുന്നത് പോലെ നമ്മുടെ ഏഷ്യാനെറ്റിലെ TN ഗോകുമാർ സാറിൻ്റെ കണ്ണാടി എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ തന്നെ ഒരു തുടക്കം. അത് എല്ലാ കലാകാരന്മാർക്കും ആദ്യത്തെ പാട്ട് പാടുമ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ സ്പീച്ചിൽ തുടങ്ങുന്ന ഒരു സംഭവങ്ങളിൽ എന്ന് പറഞ്ഞ ഒരു മിമിക്രി കലാകാരൻ തുടങ്ങുമ്പം ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് തുടക്കത്തിനാവാം. TN ഗോകുമാറിൻ്റെ കണ്ണാടി എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ ആവാം നമുക്ക് തുടക്കം. മാന്യ പ്രേക്ഷകർക്ക് കണ്ണുകടിയിലേക്ക് സ്വാഗതം. കണ്ണുകടി ഈ ആഴ്ച കടന്നു ചെല്ലുന്ന ഒരു പ്രത്യേക വിഷയത്തിലേക്കാണ്. കണ്ണുകടിയുടെ എല്ലാ എപ്പിസോഡുകളും കാണുന്ന കുറച്ച് ചെറുപ്പക്കാർ അബുദാബിയിൽ നിന്നും അയച്ചിരിക്കുന്നത് നിസാർ, സാദിഖ്, സുബൈർ, അതുപോലെ അനിൽ, തോമസ് തുടങ്ങിയവരാണ്. അവർ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ കണ്ണുകടി സ്ഥിരമായിട്ട് കാണുന്നവരാണ്. നിങ്ങളുടെ ഈ പരിപാടി ഇഷ്ടമാണ്, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ അബുദാബിക്ക് വാടാ, കാണിച്ചു തരാമെന്നാണ് എഴുതിയിരിക്കുന്നത്. തൽക്കാലം ജീവനി പേടിയുള്ളതുകൊണ്ട് ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നില്ല. കണ്ണുകടി ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇതേപോലെ നമ്മുടെ രാഷ്ട്രീയക്കാരെയൊക്കെ അനുകരിക്കുമ്പോൾ മിക്കപ്പോഴും പല മിമിക്രി കലാകാരന്മാരും ചെയ്യുന്നത്, നമുക്ക് മുമ്പുള്ള കുറേ പേരൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കൂട്ടിയാണ് ചെയ്യുന്നത്. അതെപ്പോഴും അങ്ങനെയാണ്. ഒരു താരത്തെയോ ഒരു രാഷ്ട്രീയക്കാരെ അനുകരിക്കുമ്പോൾ അവർ ചെയ്തിട്ടുള്ള ശബ്ദത്തെക്കാളും കുറച്ച് മാറ്റിയാണ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരു കാർട്ടൂണിസ്റ്റ് ചിത്രം വരയ്ക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ മൂക്കോ കണ്ണോ ചുണ്ടോ ചെവിയോ താടിയോ ഒക്കെ കുറച്ച് കൂട്ടിയായിരിക്കും കാണിക്കുന്നത്. എങ്കിൽ പെട്ടെന്ന് ആ ആളാണെന്ന് നമുക്ക് തോന്നും. അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ മിമിക്രി ആർട്ടിസ്റ്റ് ഒരു കലാകാരൻ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ മിക്കപ്പോഴും ഉമ്മൻചാണ്ടി സാറിനെ കാണിക്കുമ്പോൾ പലപ്പോഴും കാണിക്കുന്നത് അതാ ഞങ്ങളുടെ പാർട്ടിയുടെ എന്നൊക്കെ പറഞ്ഞ് കാണിക്കാറുണ്ട്. മിക്കപ്പോഴും ഇതൊന്നും അല്ലാതെ അദ്ദേഹം ചില മീറ്റിങ്ങുകളിലിരിക്കുമ്പോൾ, പ്രസ് മീറ്റിങ്ങിലിരിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ അവിടുന്ന് ഇവിടുന്ന് പല പത്രക്കാരും ചോദിക്കും. അപ്പോൾ അതിനൊക്കെ മറുപടി പറയുകയും വേണം. പറയുന്നത് കുഴപ്പമായി പോകാൻ പാടുമില്ല. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് മൂപ്പർക്ക്. ഈ ചോദ്യം കേട്ടിട്ടും കേൾക്കാത്തതുപോലെ നമുക്ക് അങ്ങനത്തെ ഒരു ലൈവ് പത്രസമ്മേളനത്തേക്ക് ഉമ്മൻചാണ്ടി സാറിൻ്റെ പോകാം. അത് ഞങ്ങളുടെ ഗവൺമെൻറ് എന്ന് പറയുന്നത് ശക്തമായ ഒരു ഭരണമാണ് കാഴ്ചകൊണ്ടിരിക്കുന്നത്. എന്നാ അത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നിങ്ങൾ പത്രക്കാരെ ഉണ്ടാക്കി വെക്കുന്ന ചോദ്യങ്ങളാണ്. ഇതിനൊന്നും മറുപടി പറയേണ്ട ആവശ്യം എനിക്കില്ല. അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതൊക്കെ ഹൈക്കമാൻഡ് മലയാള സിനിമയുടെ രണ്ട് ധ്രുവങ്ങളാണ് മമ്മൂക്കയും ലാലേട്ടനും. ഇവിടെ ഞാനൊരു പരീക്ഷണം നടത്തുകയാണ്. ഇവിടെ ലാലേട്ടനായിട്ട് വന്നിട്ട് അങ്ങനെ തന്നെ ഒരു മമ്മൂക്കയാകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒറ്റ മുടിയിൽ, ഒറ്റ മീശയിൽ, ഒറ്റ മൂക്കിൽ, ഒറ്റ ചൂണ്ടിൽ, ഇതില്ല, മുഖം മാത്രം. എല്ലാവരും മുഖം കിട്ടിക്കഴിഞ്ഞാൽ സ്നേഹം മാത്രം ഉണ്ടാകും. ഇവരെ മുഖമായിട്ട് എൻ്റെ മുഖത്തിൽ യാതൊരു ബന്ധവുമില്ല. തോന്നിക്കഴിഞ്ഞാൽ സിറാജിനെ ഓർമ്മിക്കരുത്. പരമാവധി ഞാൻ വെളുപ്പിച്ചിരിക്കുകയാണ്, ഇനി വെളുക്കാനാകില്ല. ഓക്കെ,
മ്യൂസിക് എഴുതിയിട്ടുണ്ട് കേട്ടോ, അത് ഞെക്കിക്കോ. അതാ ഞാൻ ആദ്യം പറഞ്ഞ മോനെ ഒന്ന് ബേക്കിൽ വാങ്ങുന്നു. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമുട്ടിലോറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. ഈ പേജിനൊരു കയ്യേറ്റ് കൊടുക്ക്. എടി എന്റെ മുടിക്കാ കയ്യേറ്റേണ്ടി. എന്നോട് എപ്പോഴും പറയും അങ്ങാടിക്കാർ, സിറാജ് എന്റെ മുടിയൊന്ന് പെട്ടു, ഒന്ന് കോലത്തിൽ നടക്കും. ഓല് കാണാണ്ട് കളിച്ചതായിരുന്നു ഇത്രയും കാലം, ഇനിയിപ്പോ ഒരു രക്ഷയില്ല. ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടനുണ്ട്. അതാരാണ്? ഇദ്ദേഹത്തിന്റെ വായ നോക്കിയ വായ. മറ്റൊരു വില്ലനുണ്ട്, ആവേശം എന്ന ചിത്രത്തിലൂടെ ആവേശം സൃഷ്ടിച്ച ആ പഴയകാല വില്ലൻ. മഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാം, മാരിവില്ലൊളി വീണലിഞ്ഞൊരു രാഗമല്ലിക ചൂടാം. ഇതളിതളായി എന്നുള്ളിൽ മിടുക്കനാ ഒരു മകനാ, സുന്ദരയാ ഒരു ഭാര്യ, എനക്കാരുണ്ടോ രാഘവ പറയൂ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നായകനാരാണ്? അങ്ങേ കട്ടിലെ മുളല് കെട്ടേ, ഇങ്ങേ കട്ടിലെ മുളല് കെട്ടേ, കാട്ടല കണ്ടല്ല മുളുന്ന സിംഹത്തിൽ വെള്ളാരം കണ്ണുള്ള വെള്ളി മൂങ്ങ, വെള്ളാരം കണ്ണുള്ള വെള്ളി മൂങ്ങ. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായി എരിഞ്ഞ സന്ധ്യ മയങ്ങി. മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു, മിഴിനീരറിഞ്ഞ രാത്രി തളർന്നു. നീലാകാശ ലാലേട്ടനോടാകല്ലേ വില്ലൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വിറച്ചിരുന്നൊരു വില്ലനുണ്ട്. ഓപ്പോൾ എന്ന ചിത്രത്തിലൂടെ ഭരതപാട് നേടിയ നമ്മുടെ സ്വന്തം ബാലൻ കെ നായർ സാർ. ഒന്ന് നല്ലൊരു കൈയ്യടി എടുക്കുമ്പോൾ വെരി ഗുഡ് മൈ ബോയ്. പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും നീ രാജൻ തന്നെയാണ്. നിനക്ക് തമ്പി അദ്ദേഹത്തിന്റെ മകളുടെ മേലെ ഒരു കണ്ണുണ്ട് അല്ലേ? നിനക്ക് എന്നു മുതലാണ് ഈ വ്യക്തിത്വം ഉണ്ടായത്? രവീന്ദ്രന്റെ കാട്ട് മൂപ്പരെ വായിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ഇളന്തേങ്ങന്റെ കൊപ്പര വലിയ അല്ലേ? ഏറ്റവും നല്ല ആസ്വാദകരാണ്, ഏറ്റവും നല്ല കലാകാരന്മാർ. ആ പഴയകാല രവീന്ദ്രേട്ടന്റെ ആ ഡാൻസിലേക്ക് സ്വാഗതം. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമുട്ടിലോറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ.
അനുരാഗവിലോചനായി അതിലെ വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ പാതിയിൽ പാടാത്തൊരാ തേനൂറിടും മിശലായി വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നാം അറിയാതാടുകയാണീ ജീവിതവേഷം കണ്ണീരിനൊരു വേഷം സന്തോഷം പുതുവേഷം നിഴൽ നാടകമാടുകയല്ലോ ജീവിതമാകെ നല്ല പാട്ടല്ലേ? ആ പാട്ടിന് വേണ്ടി കൈയടിക്കണം കേട്ടോ അല്ലേ? അടിയിലത്തെ പേജിട്ട് കൈയടി കൂടെ ആരെങ്കിലും ഒന്ന് കൈവക്കുക. ഒരു പാട്ട് വെക്കാൻ വേണ്ടിയിട്ടല്ലേ? സ്വാമി അല്ലേ പറഞ്ഞ് സംഗീതം എന്റെ സാരാണ് ആനയാണ് ചേനയാണെന്നൊക്കെ. സ്വാമി ഒന്ന് കൈവക്കുക. അപ്പൂപ്പ ഒന്ന് കൈവക്കുക. എനിക്കിപ്പോ പാട്ടൊന്നും വേണ്ട. കൃഷ്ണേട്ട ഒന്ന് കൈവെക്കുക. എനിക്ക് പാട്ട് വേണ്ടാന്ന് പറഞ്ഞില്ലേ? എന്റെ മെഴുകില്ല എന്റെ മെഴുകില്ല. ഉണ്ണേട്ടാ എന്താ വിനോദ് ഉണ്ണേട്ടന് ഓർമ്മയുണ്ടോ? ആ ഉണ്ണേട്ടനെ ശരിക്കും ഓർമ്മയുണ്ടോ വിനോദ്? ആ ഉണ്ണേട്ടാ എന്താ വിനോദ്? ഉണ്ണേട്ടന്റെ വീട് എവിടാ? ഉണ്ണേട്ടന്റെ നാട് എവിടാ? ഉണ്ണേട്ടന്റെ വീട് എവിടാ? ആയിക്കോ അതിനായി ഡയലോഗ് എല്ലാം അടിച്ച് കുയിലിനെ തേടി കുതിച്ചു പായും മാറാ പട്ടുകുപ്പായക്കാരാ നിന്നോട് ഞാനൊരു കിന്നാരം ചോദിക്കാം എന്തൊരു മധുരം നീ പ്രണയം എങ്ങനെ മലരെ ഞാൻ പറയും പുതുമഴയാണോ മധുവഴകാണോ കുളിരിൻ മഞ്ഞലയോ വെയിൽ ചില്ല പൂക്കും നാളിൽ കളിത്തൊട്ടിലാടി കിളി നൊന്തു പാടിയ രാഗം രാരീരം രാരോ അതു മനമാകെ നിറഞ്ഞേ दोस्ती हम नहीं तोड़ेंगे दम मगर तेरा साथ न छोड़ेंगे കരളിന്റെ കരളെ എന്നോടൊന്നു ചിരിക്കൂ കിളിയേ മാനസ കിളിയെ വെറുതെ നിന്നു കിണുങ്ങാതെ സ്നേഹിതയാണു നീ तेरी मेरी तेरी प्रेम कहानी है मुश्किल दो लफ्जों में बयां ना हो पाए ഇതൾ മാഞ്ഞൊരോർമ്മയല്ല ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി നിലാവേ മായുമോ കിനാവും നോവുമാ കതച്ചു പോയാൽ കതച്ച മമ്മൂട്ടി. ഓക്കെ
എന്ത് മേഴ്സിയെ, ഞാനല്ല കൊന്ന്, അവളെന്ത് തെറ്റിയതാലും എനിക്ക് അവളെ കൊല്ലാൻ കഴിയുമായിരുന്നില്ല. ഈ ലോകത്ത് ഞാൻ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ മേഴ്സി മാത്രമായിരുന്നു. എനിക്കവൾ ജീവനായിരുന്നു, എന്റെ മോളായിരുന്നു മേഴ്സി, എന്റെ ഭാര്യയായിരുന്നു മേഴ്സി, എന്റെ അമ്മയായിരുന്നു മേഴ്സി. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതാണ്. അടുത്ത എനിക്ക് കളിക്കാനൊന്നുമില്ല. നിങ്ങൾ ഇപ്പം ചെയ്യുന്നു വിളിക്കും. അടുത്ത പ്രാവശ്യം ഞാനിത് കളിക്കും. അല്ല എൻ്റെ ഇത് തന്നെയേ ഉള്ളൂ. ഞാനിത് ഒരുപാട് കണ്ടതാ അല്ലേ? അപ്പോ ഇതില് മമ്മൂക്കാന്റെ വേറൊരു സാധനം, ഇതല്ലാത്ത മമ്മൂക്ക മൃഗയെ ചെയ്തൊരു സംഭവമുണ്ട്. മൃഗയില് അല്ലേ, അതിൽ തിലകൻ ചേട്ടനൊക്കെ ഉണ്ട്. അത് കുമ്പസരിക്കാൻ വരുന്നതാണ്. അതിൽ തിലകൻ ചേട്ടനുണ്ട്, ഭീമൻ ജഗിച്ചേട്ടൻ വളരെ മനോഹരമായിട്ടൊരു ഭ്രാന്തളകലുണ്ടായി. അതൊക്കെ ചെയ്യും. ഓക്കെ, ആ വോയിസാണ് ചെയ്തത്. അച്ചോ, എനിക്കൊന്ന് കുമ്പസരിക്കണച്ചോ. നേരം വിളിക്കട്ടെ, വെള്ളം അടിച്ചോണ്ട് വന്നിരിക്കുന്നു. കുമ്പസാരമൊക്കെ സത്യക്രിസ്ത്യാനികൾക്ക് പറഞ്ഞിട്ടില്ല. ഒയ്ക്കോന്റെ അമ്മേന്ന് ഞാനൊരു തുള്ളി കുടിച്ചില്ല. നേരം വെളുക്കാൻ കാത്ത ഞാൻ ചങ്ക് പൊട്ടി ചത്തു വെച്ചോ. തോമസ് തൊട്ടി ചത്തല്ലോ, ഞാൻ കൊന്നതാ. മനസ്സിന് നേരെ അച്ഛൻ പോലീസ് പറഞ്ഞു. എന്നാലും മനസ്സമാധാനം ഉണ്ടാകാൻ കുഞ്ഞച്ഛന് ഭ്രാന്തളയോ അറിഞ്ഞില്ലേ? കുഞ്ഞച്ഛന് ഭ്രാന്തളകി. എന്റെ കർത്താവേ, അച്ചോ എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാതാകച്ചോ. ഇവിടുന്ന് 3 കിലോമീറ്റർ അപ്പുറത്തെ ഒരു വൈദ്യുണ്ട്. അവിടെ എത്തിച്ചാൽ രക്ഷപ്പെടും. ആര് കൊണ്ടുപോകാനാ? ഞാൻ കൊണ്ടുവച്ചു. അരുണി, അസംബന്ധം പറയാതിരിക്കാ. വാറുണ്ണി മാപ്പ. दोस्ती हम नहीं तोड़ेंगे दम मगर तेरा साथ न छोड़ेंगे. കരളേ കരളിന്റെ കരളെ എന്നോടൊന്നു ചിരിക്കൂ. കിളിയേ മാനസ കിളിയെ വെറുതെ നിന്നു കിണുങ്ങാതെ. അങ്ങനെ നീ കലമ്പാതടി കുറുമ്പി, എന്റെ സ്നേഹിതയാണു നീ. എനിക്കാരുമില്ല കാക്കാത്തമ്മ, എനിക്കാരുമില്ല. ഇതൾ മാഞ്ഞൊരോർമ്മയല്ല, ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി. നിലാവേ മായുമോ കിനാവും നോവുമാ. വീട്ടിലെ കല്യാണ ചെക്കനെ കൊതിയോടെ എന്നും ഞാൻ നോക്കിയില്ലേ. അങ്ങാടി തെരുവിൽ പാതിരമെത്തയിൽ തഞ്ചത്തിൽ എന്നെ നീ മയക്കിയില്ലേ. ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ, ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ. മുറിവേറ്റ പൈങ്കിളിക്കൊരു സ്വരരാഗ കൽപ്പകത്തിൻ. നമസ്കാരം. സമയക്കുറവല്ല, ഞാൻ
കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഒന്ന് കൈയടിക്കും. ആദ്യമായി ഒരു കല്യാണ മേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. ഒരു കുഞ്ഞിനെ ഓർക്കാൻ പാടുപെടുന്ന അമ്മ. മലയാള സിനിമയിലെ ഒരു ഹാസ്യ നടി കൽപ്പന. എന്റെ വിളിയമായ സ്വാമി ഇതിനോട് പറഞ്ഞ മനസ്സിലാകത്തില്ലയോ? ഇതിനോട് ജീവിതത്തിലേക്ക് ഒയ്യ് എവിടെ തന്നെ കണ്ണാടത്ത് കടിക്കുന്നത് എനിക്ക് ഒയ്യ് റിയമയിലാണ്ട് ചോദിക്ക് വന്നിട്ട് പോയില്ലേടാ അമ്മയും പെങ്ങിമാരും എനിക്ക് ഒയ്യ. നന്ദനം എന്ന ചിത്രത്തിലൂടെ പ്രശസ്തി നേടിയ നടി നവ്യ നായർ. ഒരു പഴമുഖം എന്റെ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ ഞാനോട് ഇന്നിട്ടാ വന്നത്. എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ സ്വപ്നം കാണിച്ചത്? എന്നും കെടാണ്ട് ഞാൻ ഇത്തിരി തെളിക്കണതാ. ഞാൻ ഇത്തിരി തെളിക്കില്ല. എടുത്താക്കിയിട്ട് വെളിച്ചത്തിൽ നിശ്ചയിക്കണ്ട. എനിക്ക് കാണാൻ ഈ മുഖം. അടുത്തായി ഇപ്പോഴത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ PS അച്യുതാനന്ദൻ. വളരെ വ്യക്തവും ശക്തവുമായി പറയുകയാണെങ്കിൽ ഈ കേബിൾ വിഷന്റെ വാർഷികാഘോഷത്തിന് എന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. നമ്മെല്ലാം വിട്ടുപിരിഞ്ഞ ലീഡർ ശ്രീ കെ കരുണാകരൻ. എന്റെ അഭിലാഷം എന്ന് പറയുന്നത് എന്റെ മോനെ കുരുമന്ത്രായി കാണുമെന്നാണ്. അത് സാധിച്ചില്ല. ജയ് ഗുരുവായൂരപ്പ. മലയാള സിനിമയിലെ കൽപ്പനയെ പോലെ മറ്റൊരു ഹാസ്യ നടി ബിന്ദു പണിക്കർ. ഏതാ അശോക, നിനക്കറിയോ പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെയാ? അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. എന്താരും ഒന്ന് കൈയടിക്കത്? ഒന്ന് കൈയടിക്ക. അടുത്തായിട്ട് മലയാള സിനിമയിൽ ഒരു വേറിട്ട ശബ്ദം ഉടനായ നടൻ ശ്രീ ജനാർദ്ദനൻ. കൊണ്ട് കൊട്ടാരം നശിപ്പിച്ചു. തമിഴിലെ സൂപ്പർ സ്റ്റാർ വിജയ്. മുന്നോട് നോട്ടം തന്ന സ്വന്തം സക്കട മുന്നോടിയുള്ള പോലീസുകാർ പൂത്തത് വറ 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 വീട്ടു. Wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic
notes very special for the wonderful people of Malappuram. Ready? പോരാ, നമ്മുടെ എനർജി ഒക്കെ പോയി ഒന്ന് കൈയടിച്ചേ. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയാനെറ്റ് ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. എന്തുവാടാ ഈ പാട്ട് എടുത്തിരുന്നത്? എടാ, ക്രിസ്തുമസിനുള്ളതാണത്. ഓണത്തിന്റെ പൂക്കളം എടുത്തിട്ടെ. മൊഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം നിന്റെ സുന്ദര പൂമുഖം മറഞ്ഞിടല്ലേ. മൊഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ്. മഹാബലി. ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അതെ സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാർ കൊണ്ടുപോയി അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ. ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്നു രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. വെളുത്തൊരു പെണ്ണ് കുടി കുടിച്ചെന്ന് കള്ള്. ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ, നിന്റെ തൊട്ടുനോട്ടം ഇഷ്ടമല്ലടാ. റീന ആന്റണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൾ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ അമ്മേ. വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയം തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീരൊലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തന്റെ ഇടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറി ആടിയ ഞാൻ. തൊട്ടു പോകരുത് ഇനി ഈ ചിരട്ടത്തവിയല്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബസമേതം ഈ പ്രൊഫഷണൽ നാടകം നർമ്മരൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒരു പ്രൊഫഷണൽ നാടകം.
സംപൂജ്യരായ ഗുരുജനങ്ങളെ, നാടകം ആരംഭിക്കുന്നു. ഇനി നാടകത്തെ കുറിച്ച് സംവിധായകൻ സംസാരിക്കുന്നു. ഇത് ഒരു നാടകമല്ല, നാടകം തന്നെ. നിങ്ങളെവരുടെയും അനുഗ്രഹാശിസുകളോടെ നാടകം ആരംഭിക്കുന്നു. ഇതെന്റെ വിധി, നിങ്ങളുടെയും. അമ്മേ ഭഗവതി, എന്നെ മാത്രം രക്ഷിക്കണേ. ഇന്നെന്റെ 20ാം വിവാഹ വാർഷികമാണ്. എന്റെ ജീവിത വിജയത്തിന് പിന്നിൽ എന്റെ ഭാര്യ ജാനകി അവൾ മാത്രമാണ്. ഈ വീടിന്റെ വിളക്കാണവൾ. ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഉണ്ടായില്ല. അത്രയ്ക്ക് ഭയമാണ് അവക്കെന്നെ. ജാനകി, ജാനകി. റേഷൻ കടയിൽ പോയി സ്പെഷ്യലായി വന്ന മണ്ണെണ്ണയും പഞ്ചസാരയും വാങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാചകം അടിക്കുന്നോ? എന്തിനാടി മണ്ണെണ്ണ? നമുക്ക് ഗ്യാസ് എടുക്കാൻ വേണ്ടി ഗ്യാസ്. അതെന്താ ഇപ്പോഴങ്ങനെ തോന്നാൻ? നീ കുടുംബത്തിന്റെ വിളക്കല്ലേ. നീ അടുക്കളയിൽ നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ, 7 വർഷങ്ങൾക്ക് ശേഷം സൗദാമിനിയുടെ കെട്ടിയോ ഗൾഫിൽ നിന്ന് വന്നു. അമ്മേ, അതിന് നിങ്ങൾ എന്തിനാ ഞെട്ടിയത്? ജാനു, അത്താഴം മുടങ്ങിയവന്റെ വിഷമം ഊണ് തരാത്തവൾക്ക് അറിയില്ലടി. ഈശ്വര, ഉണ്ണി ജയിൽ ചാടിയെന്ന്. ഇനിയിപ്പോ എന്താണോ സംഭവിക്കുന്നത്? വെട്ടൊന്ന് മുറി രണ്ടെന്ന പ്രകൃതക്കാരനാണ് അവൻ. നീ എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ടടി. ഞാനും കരയിൽ തന്നെയാടി നിൽക്കുന്നത്. ജാനകി, പറ, എവിടെയാടി ഞാൻ പോയി ഒന്ന് ഒളിച്ചിരിക്കുന്നത്? രാഘവേട്ടാ, ചെല്ല്. അവൻ എത്തും മുമ്പ് എവിടെയാണെന്ന് വെച്ചാ പോയി ഒളിക്ക്. ആരും രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഉണ്ണിയപ്പം പുറത്തു വന്നു. അതല്ല, ഉണ്ണിയപ്പം പുറത്തു വന്നൂന്ന്. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ സെൻട്രലിന്റെ ഉയരം കൂടിയ മതിലുകളിൽ ചാടിക്കിടന്ന് ഈ ഉണ്ണി എത്തിയിരിക്കുന്നു. എന്തിന്? നിന്നോട് കണക്ക് തീർക്കാൻ. ഉണ്ണി മോനെ, അരുത്. അദ്ദേഹം അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം. മാറി നിൽക്കടി. ഞാനില്ലാത്ത സമയത്ത് നീ എന്റെ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഉണ്ണി, ഞാൻ വേണ്ട. പഴയ കണക്കൊന്നും ബാക്കി വെക്കുന്നവനല്ല ഈ ഉണ്ണി. ഉണ്ണി, അരുത്. ഉണ്ണി, നീ വരി. ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ എന്റെ ഭാര്യയുടെ അടുത്ത് എന്ന് അവക്ക് അരി മേടിക്കാൻ കൊടുത്തു 150 റുപ്യ. ഞാൻ ജയിലിൽ പോണതിന് മുമ്പ് നമ്മൾ ഷെയർ ഇട്ട് അടിച്ച 350 റുപ്യ, മൊത്തം 500 രൂപ. ഞാൻ പിടി. ഞാൻ കണക്ക് പറഞ്ഞ് വരലേട്ടെ. കണക്ക് തീർന്ന്. പോട്ടെ അച്ചി, പോട്ടെ അണ്ണ. വൃത്തികെട്ടവൻ വെറുതെ എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു. ജാനകി, വല്ലാത്ത വിശപ്പ്. നീ ചെന്ന് കഞ്ഞി എടുത്ത് വെക്ക്. ആ ശരി. ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. എടാ ശ്രീകുട്ട, നീ എന്തിനിത് ചെയ്തു? മോളെ, നീ കരയാതെ. ചന്ദ്രേട്ടൻ കല്യാണിയെ കൈവിടില്ല മോളെ, വിടില്ല. നിർത്തടി. ആരാടി കല്യാണി? ആരാടി ഈ ശ്രീകുട്ടൻ? പുതിയതായി തുടങ്ങിയ സീരിയലിലെ നായകനും നായികയും അണച്ച. സീരിയല് 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 സീരിയൽ എന്നൊരു വാക്ക് ഇനി വീട്ടിൽ മിണ്ടിപ്പോകരുത്. പിന്നെ പരമ്പര മലയാളത്തിൽ പറഞ്ഞാ മതി. മോളെ രാധേ, നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്ന. അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ വർഷവും നീ പരീക്ഷയ്ക്ക് തോറ്റാൽ ഏതെങ്കിലും ഒരു വായി നോക്കിക്കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കും. ജാനകി, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. അതേ മോളെ, നിന്റെ അച്ഛനെ കൊണ്ട് അമ്മയെ കെട്ടിച്ചതുപോലെ. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വലുതും അച്ഛൻ അറിയുന്നുണ്ടോ? ഇന്നലെ ആ തകഴിയിൽ പ്രേംകുമാർ എന്റെ തിരിഞ്ഞെത്തി ചുംബിച്ചു. ഞാനിത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കേവലം 3 അടി പൊക്കം മാത്രമുള്ള അവൻ ഇത്രയും പൊക്കമുള്ള നിന്റെ തിരുനെറ്റിയെ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അച്ഛാ, പ്രേംകുമാറിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരല്പം താന്നു കൊടുത്തതിൽ എന്താ തെറ്റ്? മോളെ, ഇത്രയ്ക്കായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഏതായാലും ആ ജാതകം കണിയാരെ വിളിച്ച് ഇവിടെ മോദകം ഒന്ന് കാണിക്കണം. അല്ല, ആ മോഹനം കണിയാരെ വിളിച്ച് ഇവിടെ ജാതകം ഒന്ന് കാണിക്കണം. Wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic
notes very special for that wonderful people of Malappuram. Ready? പോരാ നമ്മുടെ എനർജി ഒക്കെ പോയി ഒന്ന് കൈയടിച്ചേ. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയാനെറ്റ് ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. കാണാൻ ചേലാണ് എന്തുവാടെ ഈ പാട്ട് എടുത്തിരുന്നത്? എടാ ക്രിസ്മസിനുള്ളതാണത്. ഓണത്തിന്റെ പൂക്കളം എടുത്തിട്ടെ. മൊഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ് വന്നണഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം നിന്റെ സുന്ദര പൂമുഖം മറഞ്ഞിടല്ലേ. മൊഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ്. മഹാബലി. ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അതെ സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാർ കൊണ്ടുപോയി അവസാനം കിട്ടിയ ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. അണ്ണ ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. 11:30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. പ്രേതോത്സവം, പ്രേതോത്സവം. ഇന്നു രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. വെളുവെളുത്തൊരു പെണ്ണ് കുടി കുടിച്ചെന്ന് കള്ള്. ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ, നിന്റെ തൊട്ട് നോട്ടം ഇഷ്ടമല്ലടാ. കുടി കുടിച്ചൊരു നേരം തുണ വിളിച്ചൊരു പെണ്ണെ. റീന ആന്റണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൾ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ അമ്മേ. വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയം തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീരൊലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തന്റെടും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ. തൊട്ടു പോകരുത് നീ ചിരട്ടത്തവിയല്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബസമേതം
ഈ പ്രൊഫഷണൽ നാടകം നർമ്മരൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒരു പ്രൊഫഷണൽ നാടകം. സംപൂജ്യനായ ഗുരുജനങ്ങളെ, നാടകം ആരംഭിക്കുന്നു. ഇനി നാടകത്തെ കുറിച്ച് സംവിധായകൻ സംസാരിക്കുന്നു. ഇത് ഒരു നാടകമല്ല, നാടകം തന്നെ. നിങ്ങളെവരുടെയും അനുഗ്രഹാശിസുകളോടെ നാടകം ആരംഭിക്കുന്നു. ഇതെന്റെ വിധി, നിങ്ങളുടെയും. അമ്മേ ഭഗവതി, എന്നെ മാത്രം രക്ഷിക്കണേ. ഇന്നെന്റെ 20ാം വിവാഹ വാർഷികമാണ്. എന്റെ ജീവിത വിജയത്തിന് പിന്നിൽ എന്റെ ഭാര്യ ജാനകി അവൾ മാത്രമാണ്. ഈ വീടിന്റെ വിളക്കാണവൾ. ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഉണ്ടായില്ല. അത്രയ്ക്ക് ഭയമാണ് അവക്കെന്നെ. ജാനകി, ജാനകി. റേഷൻ കടയിൽ പോയി സ്പെഷ്യലായി വന്ന മണ്ണെണ്ണയും പഞ്ചസാരയും വാങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാചകം അടിക്കുന്നോ? എന്തിനാടി മണ്ണെണ്ണ? നമുക്ക് ഗ്യാസ് എടുക്കാൻ വേണ്ടി ഗ്യാസ്. അതെന്താ ഇപ്പഴങ്ങനെ തോന്നാൻ? നീ കുടുംബത്തിന്റെ വിളക്കല്ലേ. നീ അടുക്കളയിൽ നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ, 7 വർഷങ്ങൾക്ക് ശേഷം സൗദാമിനിയുടെ കെട്ടിയോ ഗൾഫിൽ നിന്ന് വന്നു. അമ്മേ, അതിന് നിങ്ങൾ എന്തിനാ ഞെട്ടിയത്? ജാനു, അത്താഴം മുടങ്ങിയവന്റെ വിഷമം ഊണ് തരാത്തവൾക്ക് അറിയില്ലടി. ഈശ്വര, ഉണ്ണി ജയിൽ ചാടിയെന്ന. ഇനിയിപ്പോ എന്താണോ സംഭവിക്കുന്നത്? വെട്ടൊന്ന് മുറി രണ്ടെന്ന പ്രകൃതക്കാരനാണ് അവൻ. നീ എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ടടി. ഞാനും കരയിൽ തന്നെയാടി നിൽക്കുന്നത്. ജാനകി പറ, എവിടെയാടി ഞാൻ പോയി ഒന്ന് ഒളിച്ചിരിക്കുന്നത്? രാഘവേട്ടാ, ചെല്ല്. അവൻ എത്തും മുമ്പ് എവിടെയാണെന്ന് വെച്ചാ പോയി ഒളിക്ക്. ആരും രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഉണ്ണിയപ്പം പുറത്തു വന്നു. അതല്ല, ഉണ്ണിയപ്പം പുറത്തു വന്നൂന്ന്. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ സെൻട്രലിന്റെ ഉയരം കൂടിയ മതിലുകളിൽ ചാടിക്കിടന്ന് ഈ ഉണ്ണി എത്തിയിരിക്കുന്നു. എന്തിന്? നിന്നോട് കണക്ക് തീർക്കാൻ. ഉണ്ണി മോനെ, അരുത്. അദ്ദേഹം അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം. മാറി നിൽക്കടി. ഞാനില്ലാത്ത സമയത്ത് നീ എന്റെ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഉണ്ണി, ഞാൻ വേണ്ട. പഴയ കണക്കൊന്നും ബാക്കി വെക്കുന്നവനല്ല ഈ ഉണ്ണി. ഉണ്ണി അരുത്. ഉണ്ണി, നീ വരി. ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ എന്റെ ഭാര്യയുടെ അടുത്ത് നമുക്ക് അരി മേടിക്കാൻ കൊടുത്തു 150 റുപ്യ. ഞാൻ ജയിലിൽ പോണതിന് മുമ്പ് നമ്മൾ ഷെയർ ഇട്ട് അടിച്ച 350 റുപ്യ, മൊത്തം 500 രൂപ. ഞാൻ പിടി ഞാൻ കണക്ക് പറഞ്ഞ് വരലേട്ടെ. കണക്ക് തീർന്ന് പോട്ടെ അച്ചി, പോട്ടെ അണ്ണ. വൃത്തികെട്ടവൻ വെറുതെ എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു. ജാനകി, വല്ലാത്ത വിശപ്പ്. നീ ചെന്ന് കഞ്ഞി എടുത്തു വെക്ക്. ആ ശരി. ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. എടാ ശ്രീകുട്ട, നീ എന്തിനിത് ചെയ്തു? മോളെ, നീ കരയാതെ. ചന്ദ്രേട്ടൻ കല്യാണിയെ കൈവിടില്ല മോളെ, വിടില്ല. നിർത്തടി. ആരാടി കല്യാണി? ആരാടി ഈ ശ്രീകുട്ടൻ? പുതിയതായി തുടങ്ങിയ സീരിയലിലെ നായകനും നായികയും അണച്ചാ. സീരിയല് 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 സീരിയൽ എന്നൊരു വാക്ക് ഇനി വീട്ടിൽ മിണ്ടിപ്പോകരുത്. പിന്നെ പരമ്പര മലയാളത്തിൽ പറഞ്ഞാ മതി. മോളെ രാധേ, നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്നച്ചാ. അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ വർഷവും നീ പരീക്ഷയ്ക്ക് തോറ്റാൽ ഏതെങ്കിലും ഒരു വായി നോക്കിയെ കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കും. ജാനകി, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. അതേ മോളെ, നിന്റെ അച്ഛനെ കൊണ്ട് അമ്മയെ കെട്ടിച്ചതുപോലെ. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വലുതും അച്ഛൻ അറിയുന്നുണ്ടോ? ഇന്നലെ ആ തകഴിയിൽ പ്രേംകുമാർ എന്റെ തിരിഞ്ഞെറ്റിയിൽ ചുംബിച്ചു. ഞാനിത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കേവലം 3 അടി പൊക്കം മാത്രമുള്ള അവൻ ഇത്രയും പൊക്കമുള്ള നിന്റെ തിരുനെറ്റിയെ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അച്ഛാ, പ്രേംകുമാറിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരല്പം താന്നു കൊടുത്തതിൽ എന്താ തെറ്റ്? മോളെ, ഇത്രയ്ക്കായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഏതായാലും ആ ജാതകം കണിയാരെ വിളിച്ച് ഇവിടെ മോദകം ഒന്ന് കാണിക്കണം. അല്ല, ആ മോഹനം കണിയാരെ വിളിച്ച് ഇവിടെ ജാതകം ഒന്ന് കാണിക്കണം.
wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic notes, very special for the wonderful people of Malappuram. Ready? പോരാ, നമ്മുടെ എനർജി ഒക്കെ പോയി ഒന്ന് കൈയടിച്ചേ. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയാനെറ്റ് ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. കാണാൻ ചേലാണ് എന്തുവാടെ ഈ പാട്ട് എടുത്തിരുന്നത്? എടാ, ക്രിസ്തുമസിനുള്ളതാണത്. ഓണത്തിന്റെ പൂക്കളം എടുത്തിട്ടെ. മൊഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ് വന്നണഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം നിന്റെ സുന്ദര പൂമുഖം മറഞ്ഞിടല്ലേ. മൊഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ്. ഇതാരടാ ഇത്? മഹാബലി. ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അത് സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാർ കൊണ്ടുപോയി അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. അണ്ണ ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ. ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്നു രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. വെളുവെളുത്തൊരു പെണ്ണ് കുടി കുടിച്ചെന്ന് കള്ള്. ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ, നിന്റെ തൊട്ടനോട്ടം ഇഷ്ടമല്ലടാ. കുടി കുടിച്ചൊരു നേരം തുണ വിളിച്ചൊരു പെണ്ണെ. റീന ആന്റണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൾ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറിപ്പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ അമ്മേ. വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയം തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീരൊലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തന്റെ ഇടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ. തൊട്ടുപോകരുത് നീ ഈ ചിരട്ടത്തവിയല്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബസമേതം